നായകൻ കോമ്പോയിൽ ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ കളങ്കാവൽ. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കൃത്യമായി കേരള തമിഴ്നാട് കളക്ഷൻ ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ കേരള കളക്ഷനിലേക്ക് തന്നെ ആദ്യം വരികയാണെങ്കിൽ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഇന്നലെ 2ാം ദിവസം ശനിയാഴ്ച സിനിമ കേരളത്തിലെ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം 4,92,00,000 രൂപയായിരുന്നു സിനിമയുടെ കേരള കളക്ഷൻ എങ്കിൽ ഇന്നലെ 2ാം ദിവസം 5,02,00,000 രൂപയാണ് കളങ്കാവലിന്റെ കേരള കളക്ഷൻ. ആദ്യ ദിവസം ലഭ്യമാകാനാവാതെ പോയ 5 കോടിയിൽ പരം കളക്ഷൻ കളങ്കാവൽ 2ാം ദിവസം കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് 9,94,00,000 രൂപയാണ് കളങ്കാവൽ കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 10 കോടിക്കടുത്ത് കേരള കളക്ഷനാണ് കളങ്കാവൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ നിലവിലെ കളക്ഷൻ കേരളത്തിലെ ട്രെൻഡ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ 50 കോടി കേരളത്തിൽ കളക്ഷൻ നേടിയെടുക്കുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമായിട്ട് കളങ്കാവൽ കേരള ബോക്സ് ഓഫീസിൽ മാറുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഒരു മലയാളി നടനായിട്ടും കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ ഇല്ല എന്ന പേരിൽ ഒരുപാട് വിമർശനങ്ങൾ മമ്മൂട്ടി ചേട്ടൻ നേരത്തെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും കളങ്കാവൽ 50 കോടി കേരളത്തിൽ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പുറത്തു വരുമ്പോൾ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 80 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത തമിഴ്നാട്ടിൽ ഇന്ന് 60 ലക്ഷത്തിൽ പരം ഗ്രോസ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. 1,50,00,000 രൂപയാണ് ആദ്യ വീക്കെൻഡ് തമിഴ്നാട് കളക്ഷനായിട്ട് കളങ്കാവലിനെ പ്രതീക്ഷിക്കുന്നത്. സിനിമ കണ്ടവർക്കറിയാം കേരള തമിഴ്നാട് അതിർത്തിയിലാണല്ലോ സിനിമയുടെ കഥാപശ്ചാത്തലം. എന്തായാലും തമിഴ്നാട്ടിലെ സിനിമ വലിയൊരു കളക്ഷനിലേക്ക് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ കളങ്കാവൽ കളക്ഷനായിട്ട്.